സ്രാവ് കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞ ഇപ്പൊ എങ്ങനെ സ്രാവ് കൊണ്ടുവരുന്ന എങ്ങനെ കെട്ടിവലിച്ചിട്ട് വരുന്നുണ്ടോ? ദിവസേട്ടാ സ്രാവിന്റെ പേരെന്താണ്? അച്ചിനി സ്രാവ്. എത്ര kg വരും തോന്നുന്നു? 300 kg ഒക്കെ വരും തോന്നുന്നു അല്ലേ? വള്ളം എന്താ വരുന്നേ, ഇതാ വള്ളം വരുന്നു. കണ്ട അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് സ്രാവുമായിട്ട് വള്ളം വരുന്നത്. കെട്ടിവലിച്ചിട്ടാണ് വരുന്നത് സ്രാവ്. കാണുന്നുണ്ടോ? ദൂരെ നിന്ന് ഓടി വരുന്ന വെള്ളമാണ്, പതിയാണ് വരുന്നത്. ഏകദേശം ഇവിടെ എത്താനായിട്ട് 2 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ. കാരണം ഇവർക്ക് സ്രാവ് കയറ്റാനായിട്ട് വേറെ വള്ളക്കാരുടെ സഹായം കിട്ടാത്തത് കാരണമാണ് ഇവർ വലിച്ചിട്ട് വരുന്നത്. കെട്ടി വലിച്ചുകൊണ്ടാണ് വരുന്നത്. നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ. വള്ളത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഇല്ല കേട്ടോ, ഇല്ല. വള്ളത്തിൽ കയറ്റിയെന്നാണ് തോന്നുന്നത്. വള്ളത്തിൽ കയറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതാണ്ട കാണുന്നത്, ഇതാണ് വള്ളത്തിൽ കയറ്റിയാണ് കൊണ്ടുവന്നത് കേട്ടോ. നോക്കാം, വള്ളത്തിൽ കയറ്റിയതാണോ സ്രാവ്? ആ വള്ളത്തിൽ കയറ്റിയ ഇവർ ഒരു സൈഡാണ് കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. സ്രാവിന്റെ ഒരു തലയെ സ്രാവിന്റെ ഒരു തല ഒരു സൈഡിൽ കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ? പകുതി വെള്ളത്തിലാണ് കേട്ടോ. നോക്കിയോ, ലൈവായിട്ടാണ്. അച്ചിനി സ്രാവ് തന്നെയാണ് കേട്ടോ. ഇത് അച്ചിനി സ്രാവ് തന്നെയാണ്. എന്താ വള്ളത്തിൽ എങ്ങനെയാണ് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. നല്ല സൈസ് സാധനമാണ്. റോപ്പിട്ട് കെട്ടിയാണ് നിർത്തിയിരിക്കുന്നത് സ്രാവിന്. നമ്മുടെ ദേവദാസൻ ചേട്ടന്റെ വള്ളമാണ് കേട്ടോ. വിഴിഞ്ഞം ദേവദാസൻ ചേട്ടന്റെ. സ്രാവിന്റെ തലയും ഏകദേശം വയറ് ഭാഗം മാത്രമാണ് വള്ളത്തിൽ, ബാക്കി വെള്ളത്തിൽ തന്നെയാണ്. നമ്മുടെ ദേവദാസൻ ചേട്ടന്റെ വള്ളമാണ്. ഇവര് 2 മിഷ്യൻ വെച്ചിട്ടാണ് വള്ളം പണിക്ക് പോകുന്നത്. അപ്പോൾ ഈ സ്രാവ് കിട്ടിയത് കാരണം ഒരു മിഷ്യൻ ഊരി മാറ്റി ആ മിഷ്യൻ ഇരുന്ന സൈഡിൽ കൂടെയാണ് സ്രാവിന്റെ തലയും ആ വയറിന്റെ ഭാഗവും മാത്രമാണ് വള്ളത്തിൽ, ബാക്കി എല്ലാം താണ്ട വെള്ളത്തിലാണ്. കണ്ടോ, നമ്മുടെ കൂട്ടുകാർക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ സ്രാവുകളെ എങ്ങനെയാണ് വള്ളത്തിൽ കയറ്റുന്ന കൂട്ടുകാർക്ക് ആ സംശയം കൂടെ തീർക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ വേറെ വള്ളക്കാരുടെ സഹായം കിട്ടാത്തത് കാരണമാണ് അവരിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് ദേവദാസൻ ചേട്ടൻ. ഇനി സ്രാവ് കിട്ടിക്കഴിഞ്ഞാലേ വള്ളത്തിൽ എങ്ങനെയാണ് കയറ്റുന്നതെന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ്. വേറെ ഒരു വള്ളക്കാരുടെ സഹായത്തോടു കൂടി ഇവരുടെ ഒരു മിഷ്യന് മാറ്റി ആ സൈഡിൽ കൂടെ ആയിരിക്കും സ്രാവിനെ വള്ളത്തിൽ കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഈ സംശയം കൂടെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അച്ചിനി സ്രാവിനെയും കൊണ്ട് നമ്മുടെ ദേവദാസൻ ചേട്ടന്റെ വള്ളക്കാർ വന്നിട്ടുള്ളത്. 15/2/2025 വൈകുന്നേരം 5 മണിക്കാണ്. ആറ് ആളുകൾ ചേർന്നാണ് അച്ചിനി സ്രാവിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ വർഷത്തെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന 5ാമത്തെ സ്രാവാണ് ഇത്. 3 അച്ചിനി സ്രാവും 1 നരിപ്പല്ലൻ സ്രാവും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതും അച്ചിനി സ്രാവ് തന്നെയാണ്. ആകെ വന്നിട്ടുള്ളത് 5 സ്രാവാണ് ഈ വർഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. അപ്പോൾ ഇതിന്റെ ലേലം വിളിയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സ്രാവിന്റെ ലേലം വിളിയാണ്. സ്രാവിന്റെ സ്റ്റാർട്ടിംഗ് ലേലവിളിയെ 50,000 രൂപയാണ്. അപ്പോൾ ഇതിന്റെ മുഴുവൻ ലേലവിളി നമ്മൾ കാണിക്കണ്ട എന്ന് നമ്മുടെ കമ്പനിക്കാർ പറഞ്ഞത് കാരണം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ എന്നാ